സസ്പെൻഷനിലായിട്ടും കോൺഗ്രസ് DCCക്കെതിരെ കടുത്ത വിമർശനം തുടർന്ന് ലാലി ജെയിംസ്. ഇരുട്ടെടുത്ത നടപടിയെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നുവെന്ന് പ്രതികരിച്ച ലാലി നടപടി അധ്യക്ഷന്റെ അപക്വമായ പ്രവൃത്തിയെന്ന് കൂട്ടിച്ചേർത്തു. അതേസമയം മറുപടി അർഹിക്കാത്ത ആരോപണങ്ങളാണ് ലാലി ഉയർത്തിയത് എന്ന് മേയർ നിജി ജസ്റ്റിനും പ്രതികരിച്ചു. തൃശൂരിലെ മേയർ തർക്കം സത്യപ്രതിജ്ഞാ ദിനത്തിലാണ് എല്ലാ സീമകളും ലംഘിച്ച് പുറത്തെത്തിയത്. KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ ഗ്രൂപ്പ് കളിച്ച രാജൻ പല്ലൻ നൂലിൽ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിക്ക് മേയർ സ്ഥാനം കാശിന് വിറ്റെന്ന് ലാലി ജെയിംസ് ആരോപിച്ചു. സത്യപ്രതിജ്ഞാ ദിനത്തിലെ രാഷ്ട്രീയ ബോംബ് കോൺഗ്രസിന് കനത്ത പ്രഹരമായി. ആരോപണം തള്ളിയ DCC ഒരു വിശദീകരണം പോലും ചോദിക്കാതെയാണ് ലാലിയെ സസ്പെൻഡ് ചെയ്തത്. ഇരുട്ടിന്റെ മറവിലെടുത്ത നടപടിയിൽ സന്തോഷമെന്ന് ലാലി ജെയിംസ്. രാത്രിയുടെ മറവില് ഇങ്ങനെയല്ലല്ലോ ഒരു സസ്പെൻഡ് ചെയ്യേണ്ട ഒരാളെ രാത്രിയുടെ മറവിലാണോ ചെയ്യുക? ആദ്യം ഒരു കാരണം കാണിക്കൽ നോട്ടീസ് തരും, എന്താണ് ഇങ്ങനെ പ്രതികരിച്ചതെന്ന് ചോദിക്കും, ചോദിച്ചതിന് ശേഷം അതിൽ ശരിയോ തെറ്റോ പരിശോധിക്കും, അതിനുശേഷമല്ലേ സസ്പെൻഡ് ചെയ്യുക. അതല്ലേ സാമാന്യ ഒരു മര്യാദ. താത്കാലിക പുറത്താക്കൽ കൊണ്ട് തളയ്ക്കാൻ ശ്രമിച്ച DCCക്കെതിരെ ലാലി ആരോപണം കടുപ്പിച്ചു. എന്നെപ്പോലെ ഒരാൾ ആ കസേരയിലേക്ക് വന്നാൽ അവിടെ ട്യൂഷൻ മാസ്റ്റേഴ്സിന് അവിടെ അവസരം ഉണ്ടാകില്ല. സസ്പെൻഷൻ നീട്ടി കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ. ഞാൻ ഒരു കൗൺസിലറായിട്ട് ഈ കൗൺസിലർ സ്ഥാനത്തു നിന്നും മാറ്റാൻ ഇവർക്ക് കഴിയില്ല. പാർട്ടി നടപടി ഉചിതമാണെന്ന് മേയർ നിജി ജസ്റ്റിന്റെ പ്രതികരണം. ഇതിനൊന്നും മറുപടി അർഹിക്കുന്നില്ല. ഞാൻ 1999 ആരംഭിച്ചതാണ്. 2004 മുതൽ 2007 വരെ ഞാൻ തൃശ്ശൂർ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ ഇത്രയും വർഷം കാത്തിരുന്നിട്ടാണ് എനിക്കിപ്പോൾ ഒരു അവസരം കിട്ടിയിരിക്കുന്നത്. നടപടി ഉണ്ടായാൽ ഉയർന്ന കമ്മിറ്റികളെ സമീപിക്കുമെന്നായിരുന്നു ലാലി മുൻപ് വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഏകപക്ഷീയമായി നേതാക്കൾ സ്വീകരിച്ച നടപടിയോടെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടെന്ന് ലാലി ജെയിംസ് പറയുന്നു. ന്യൂസ് മലയാളം, തൃശൂർ.